കോറിയിലെ ഖനന പ്രകമ്പനത്തിൽ വീടുകൾക്ക് വിള്ളൽ. തെങ്ങോളം ഉയരത്തിൽ തള്ളിയ മൺകൂന കണ്ട് ഭീതിയോടെ നാട്ടുകാർ. ശാശ്വത പരിഹാരം തേടി പെരിന്തൽമണ്ണ മാനത്തുമംഗലം കുന്നുംപുറത്തുകാർ. പെരിന്തൽമണ്ണ നഗരസഭ വാർഡ് 2, 8 ഭാഗങ്ങളിലാണ് കോറി പ്രവർത്തനം വലിയ ഭീഷണിയാകുന്നത്. ഖനന സമയത്തുണ്ടാകുന്ന പ്രകമ്പനത്തിൽ പ്രദേശത്തെ നിരവധി വീടുകളുടെ ഭിത്തികൾക്കാണ് വിള്ളൽ വീണത്. ഇതിനു പുറമെ കോറിയിൽ നിന്ന് മാറ്റുന്ന മണ്ണ് തെങ്ങിന്റെ ഉയരത്തിലാണ് കുന്നിൻ മുകളിൽ തള്ളിയിരിക്കുന്നത്. മഴ പെയ്താൽ ഒരു മണ്ണിടിച്ചിലിന് ഇത് കാരണമാകുമെന്ന ഭീതിയിലാണ് നാട്ടുകാർ. അപകട ഭീതിയിലായ പ്രദേശവാസികൾക്ക് എന്താണ് പറയാനുള്ളതെന്ന് കേൾക്കാം. നമ്മളിപ്പോൾ നിൽക്കുന്ന മാനത്തുമംഗലം കുന്നുംപുറം പ്രദേശത്താണ്. വാർഡ് 2, 8 എന്നീ പ്രദേശത്താണ്. ഇവിടെ കോറിയുമായി ബന്ധപ്പെട്ട് പല വീടുകളിലും വിള്ളൽ വീണതായിട്ടും പിന്നെ വിള്ളലും അതേമാതിരി തന്നെ ഗ്ലാസുകൾ തകർന്നതായിട്ടുമുള്ള ജനങ്ങളുടെ പരാതി ലഭിക്കാനിടയായിട്ടുണ്ട്. അപ്പോൾ അതിനെപ്പറ്റി ജനങ്ങളുടെ ആശങ്ക നമ്മോട് പങ്കുവെക്കുകയാണ്. ഞാൻ 2ാം വാർഡ് കൗൺസിലറാണ്. പിന്നെ നമ്മുടെ മേലെ 2012 ആ കൊല്ലത്തിലായിരുന്നു നമ്മൾ നാലകത്ത് കോറിന്റെ ഇത് തുടക്കം കുറിച്ചിരുന്നത്. അവിടുന്ന് ഇങ്ങോട്ട് പിന്നെ കോറിയിൽ നിന്ന് വേസ്റ്റ് മണ്ണ് നീക്കം ചെയ്യുന്നത് അവർ അവിടെ തന്നെ ഡം ചെയ്യായിരുന്നു. അതിങ്ങനെ കൂടി ഇപ്പോൾ അത് വലിയൊരു മലയായി തീർന്നിട്ടുണ്ട്. അപ്പൊ ഇപ്പൊ ഞങ്ങള് ജനപ്രതിനിധികളും കുറച്ച് ഉദ്യോഗസ്ഥരും എല്ലാരും പോയി ആ ഡം ചെയ്ത മണ്ണ് കണ്ടിരുന്നു. അവിടെ പോയപ്പോ അത് ഒരു ഭീകരാവസ്ഥയിലാണ് ഉള്ളത്. എപ്പോഴാണ് മണ്ണ് പൊട്ടി വരിക എന്നുള്ളത് നമുക്കാർക്കും പറയാൻ പറ്റില്ല. എന്നാലും കൂടി ദൈവത്തിന്റെ കൃപ ഉണ്ടാവട്ടെ എന്നാ പറയാനുള്ളത്. അപ്പൊ ഇതിനെപ്പറ്റി പരാതിപ്പെട്ടിരുന്നോ? ഇവിടുത്തെ ആളുകളെല്ലാം പരാതിപ്പെട്ടിരുന്നു. അത് വീടുകൾക്കൊക്കെ വിള്ളൽ വന്നിട്ടുണ്ട്. ഘോരമായ ശബ്ദമാണ് കോറിയിൽ നിന്ന് ഉണ്ടാവുന്നത്. അതുകൊണ്ട് ഇവിടെ ഉള്ള ആൾക്കാർക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞങ്ങളെ ജനപ്രതിനിധികൾ എന്ന നിലയിൽ ഞങ്ങള് ജനങ്ങളുടെ കൂട്ടത്തിലുണ്ടാവും. ഞങ്ങൾ എന്ത് സമരത്തിനും ഞങ്ങള് പിന്നാങ്കി ഞങ്ങൾ അവരുടെ കൂടെ ഉണ്ടാവും. എന്തായാലും കോറിന്റെ അധികൃതർ ഇതിനുമായിട്ട് എന്ത് ഉത്തരവാണ് നിങ്ങൾക്ക് നൽകിയത്? അവര് ഇത് വീടുകളെല്ലാം വന്ന് സന്ദർശിക്കുകയെല്ലാം ചെയ്തു. ഞങ്ങൾ മുനിസിപ്പാലിറ്റിയിൽ അറിയിച്ചു. മുനിസിപ്പാലിറ്റി അധികൃതരും വന്ന് എല്ലാവരുടെയും സന്ദർശിക്കുകയെല്ലാം ചെയ്തു. അപ്പൊ അവരും പറഞ്ഞത് നല്ല ഗുരുതരമായ വീടുകൾക്ക് വിള്ളലുള്ളതൊക്കെ പറഞ്ഞിരുന്നു. എഞ്ചിനീയറും മുനിസിപ്പൽ തലത്തിൽ നിന്ന് വന്നിരുന്നു. പക്ഷെ അവരെല്ലാം പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളാണ്. അപ്പൊ വില്ലേജ് ഓഫീസർക്ക് പരാതി നൽകിയിരുന്നു. പിന്നെ തഹസിൽദാറിന് കൊടുത്തിരുന്നു. തഹസിൽദാർ വില്ലേജ് ഓഫീസർ വന്ന് ഇവിടെ സന്ദർശനം നടത്തി. അവര് മണ്ണ് നീക്കം ചെയ്യാനുള്ള നടപടിക്ക് ആയിട്ടുണ്ട്. സർക്കാർ മണ്ണ് നീക്കം ചെയ്യാനുള്ള നടപടിക്ക് എത്തിയാലും പിന്നെ നമ്മള് സമരമായി മുന്നോട്ട് പോകും. നമ്മളെ കോറി ഭയങ്കര ബുദ്ധിമുട്ടിലാണ് ഉള്ളത്. ഈ ഭാഗത്ത് ഈ കുന്നിന്റെ മുകളിൽ ഏകദേശം 100 കണക്കിന് അടി ഉയരത്തില് 100 കണക്കിന് ലോഡ് മണ്ണ് ഒരു ഡംപ് ചെയ്തിരിക്കുകയാണ്. ഇത് മഴ വന്നു കഴിഞ്ഞാൽ, വലിയ മഴ വന്നു കഴിഞ്ഞാൽ അത് താഴേക്ക് ഒഴുകി വരികയും ഇവിടുത്തെ ആളുകൾക്ക് വലിയ പ്രയാസം ഉണ്ടാകും. ഇപ്പൊ സമീപ ഭാവിയിൽ തന്നെ നമ്മുടെ ഭാഗത്തൊക്കെ സമീപകാലത്ത് പാണക്കാടാണെങ്കിലും ശരി, വയനാടാണെങ്കിലും ശരി, ഈ വെള്ളം നിറഞ്ഞിട്ടാണ് മണ്ണൊക്കെ ഒലിച്ചു വന്നു കണ്ട് അവിടെയൊക്കെ അപകടം ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ കുറച്ച് കാലമായിട്ട് ഈ പരിസര പ്രദേശത്തെ ആളുകളുടെ ജീവിതം വളരെ ദുസ്സഹമായ രീതിയിലാണ് മുന്നോട്ട് പോകുന്നത്. അതിന് ശാശ്വതമായൊരു പരിഹാരം ഉണ്ടാകണം. അധികൃതരോട് കാര്യങ്ങൾ പറഞ്ഞ സമയത്ത് അടുത്ത വേനലോടുകൂടെ ഈ മണ്ണ് അവിടുന്ന് ഒഴിവാക്കാനുള്ള നടപടി സ്വീകരിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് എത്രത്തോളം പ്രായോഗികമാകുമെന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് സംശയമുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ കാലങ്ങളായിട്ട് ഇവിടെ ജീവിക്കുന്ന ആളുകളാണ്. ഞങ്ങൾക്ക് ഇവിടെ ജീവിക്കുവാനുള്ള സാഹചര്യം ഉണ്ടാക്കി തരണം. ഞങ്ങൾ വികസനത്തിനെതിരല്ല, അല്ലെങ്കിൽ ഇത്തരം സംരംഭങ്ങൾക്കൊന്നും ഞങ്ങൾ എതിരല്ല. കഴിഞ്ഞ കാലങ്ങളിലൊന്നും ഈ പദ്ധതി വന്നിട്ട് വർഷങ്ങളായിക്കുന്നു. ഈ ഭാഗത്തു നിന്നും ഒരു അസ്വാരസ്യം ഉണ്ടായിട്ടില്ല. പക്ഷെ ഇന്ന് അത് ഞങ്ങളുടെ ജീവിതത്തെ, ഞങ്ങളുടെ പാർപ്പിടങ്ങളെ ബാധിക്കുന്ന തരത്തിലേക്ക് എത്തുമ്പോൾ ഞങ്ങൾക്ക് പ്രത്യക്ഷ സമര പരിപാടികളുമായി മുന്നോട്ട് പോകല്ലാതെ നിവൃത്തിയില്ല. അതുകൊണ്ട് ഇതിനൊരു പരിഹാരം ഉണ്ടായിട്ടില്ലെങ്കിൽ വരും കാലങ്ങളിൽ വലിയ സമര പരിപാടികൾക്ക് ഈ പ്രാദേശികമായിട്ടുള്ള ജനങ്ങളെ സംഘടിപ്പിച്ച് ഇവിടുത്തെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും നേതൃത്വത്തിൽ വലിയ സമരങ്ങൾ ഉണ്ടാകുമെന്ന കാര്യത്തിൽ ഒരു തർക്കമില്ല. ജനങ്ങൾക്ക് ഇതിനെ പറ്റി എന്താണ്, വീടുകൾക്ക് കേടുപാട് പറ്റിയ ആളുകൾ എന്താണ് പറയാനുള്ളത്? മുഖത്തെ എല്ലാ നിലയത്തെയും കൊണ്ടിട്ടുണ്ട്. ആദ്യം തുടക്കം കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ അങ്ങനെ ബാധിച്ച് ഇതിങ്ങനെ പൊട്ടണതിനനുസരിച്ചിട്ട് നമ്മളെ വീടിനൊക്കെ ബാധിച്ചിട്ടുണ്ട്. ജനൽ തുറന്നിട്ട് കഴിഞ്ഞാല് ഇത് പൊട്ടിച്ചിന സമയത്ത് ഗ്ലാസ് അടിക്കുന്ന സൗണ്ട് വരും. അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ഞങ്ങൾ ഇതിന്റെ മുന്നേ അവിടെ കോറിയിൽ കയറി വെക്കിയിട്ടുണ്ടായിരുന്നു. ആ മണ്ണിന്റെ പ്രശ്നം അത് ഇനി വേറെ കിടക്കുന്നുണ്ട്. മണ്ണ് നീക്കം ചെയ്തോ? ഇല്ല, മണ്ണ് നീക്കം ചെയ്തിട്ടൊന്നുമില്ല. അവര് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതുവരെ ഒന്നും ചെയ്തിട്ടില്ല. എത്ര ദിവസത്തിനുള്ളിൽ നീക്കം ചെയ്യാൻ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. മഴ പോയ ഉടനെ അത് മാറ്റാന്ന് പറഞ്ഞിട്ടുണ്ട്. ചിലപ്പോൾ മഴയത്ത് ചിലപ്പോൾ തൊട്ടാൽ ചിലപ്പോൾ അപകടം സംഭവിക്കാൻ ചാൻസ് ഒന്നായിട്ട് ഇടിഞ്ഞ് പറഞ്ഞില്ല. പക്ഷെ നമ്മൾ അതിലേറെ ആവശ്യം നമുക്ക് കോറി എന്തായാലും കൂട്ടണത് തന്നെയാണ്. അതിനകത്ത് ജനവാസ കേന്ദ്രങ്ങളായി ഇവിടെ
കോറി എന്തായാലും അടച്ചു പൂട്ടണം. അതിനാണ് ജനങ്ങളെ ഇവിടുത്തെ എല്ലാവരുടെ അഭിപ്രായം. ഇപ്പൊ ഇത് എത്ര വർഷമായിട്ട് പ്രവർത്തിക്കുന്നു പറഞ്ഞപ്പോ 2012 മുതൽ 12 മുതൽ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. കോറി എന്തായാലും അടച്ചു പൂട്ടാനും കോറി ആദ്യം തുടക്കത്തിൽ കുറെ ഇങ്ങോട്ട് പോകുന്നു പോതെ തുറന്നു അപ്പൊ ഇവിടെ അധികം വിള്ളലും കൂടുതൽ പേരെ നാശനഷ്ടങ്ങളും ഒക്കെ സംഭവിച്ചു. അപ്പൊ ആ വീടുകളൊക്കെ ഉണ്ട്. ഒക്കെ പുതിയ പുതിയ വീടുകളാണ് ഇപ്പൊ ഇവിടെ കയറിക്കൊണ്ടിരിക്കുന്നത്. തുടക്കത്തിൽ ഉണ്ടാവില്ല, കുറച്ച് കഴിയുമ്പോഴാണ് ഇതിന്റെ എല്ലാ പ്രശ്നങ്ങളും വരുന്നത്. അപ്പൊ എന്തായാലും കോറി പൂട്ടല് നിർബന്ധമാണ്. അതിന് എന്തെങ്കിലും സമരങ്ങളോ പ്രക്ഷോഭ പരിപാടികളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ആസൂത്രണം ചെയ്തിരുന്നോ അവിടുത്തെ? ഇതുവരെ ഇപ്പൊ ഒന്നും നമ്മൾ ചെയ്യുന്നില്ല. ഇപ്പോഴാകുമ്പോൾ ഇതിന്റെ ബുദ്ധിമുട്ടുകൾ കൂടുതൽ വന്നപ്പോഴാണ് നമ്മളിതൊക്കെ ഇറങ്ങിത്തിരിക്കലും അതുപോലെ സന്ദർശിക്കലും. അതുപോലെ ഒരു വീട് മാത്രമല്ല, ഒരുപാട് വീടുകൾ 10ഓളം വീടുകളുണ്ട്. ഈ 10ഓളം വീടുകൾ കംപ്ലീറ്റും വിളിച്ചുകളും ക്രാക്കും കാര്യങ്ങളുണ്ട്. പിന്നെ വീടിനിപ്പോ റൂഫിൽ ഇപ്പൊ ഞാനിപ്പോ ഒരു 4 പ്രാവശ്യം വാട്ടർ പ്രൂഫ് മാറി അടിക്കുന്നുണ്ട്. ഇപ്രാവശ്യം വീണ്ടും അത് ലീക്ക് വന്നിട്ടുണ്ട്. അപ്പൊ ഇത് നമുക്ക് ഈ വർഷം ഈ വാട്ടർ പ്രൂഫ് അടിക്കാനേ സമയം ഉണ്ടാവുള്ളൂ. കാരണം ആ വാട്ടർ പ്രൂഫ് അടിച്ചത് വീണ്ടും ക്രാക്ക് വന്നിട്ട് കംപ്ലീറ്റ് വെള്ളം അടിയിലേക്ക് ഒറ്റി വീഴണം. അപ്പൊ ഈ 10 വീടുകൾ മാത്രമാണ് അപ്പൊ ഈ പ്രധാന പ്രശ്നം നേരിടുന്നത്. ഇവിടെ 10 വീടുകളാണ് കംപ്ലീറ്റ് ക്രാക്കുകൾ ഉള്ളത്. നമ്മൾ കണ്ടു കഴിഞ്ഞാൽ അപ്പുറത്തെ വീടുകളൊന്നും നമുക്കത് അറിയില്ല. നമ്മൾ അന്വേഷിച്ചിട്ട് ഉണ്ടാവും, ഓരോ വീട്ടിലുണ്ടാവും. ഇപ്പൊ നമ്മൾ ഈ ചുറ്റോറല്ല 10 വീടുകളും ക്രാക്ക് ഉണ്ടെന്നാലും നിങ്ങൾക്ക് തെളിവ് ഞങ്ങൾ സഹായിച്ച് ഞങ്ങൾ കാണിച്ചു തരാം. പൊട്ടിക്കുമ്പോ വലിയ സൗണ്ടാണ് വരുന്നത്. ഇവിടെ ഉള്ളവർക്കൊക്കെ നല്ല ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് നമ്മള് വേനൽക്ക് നമ്മളെ വീടിന്റെ മുകളിൽ നിൽക്കുമ്പോ ഈ മണ്ണ് കൂട്ടിയത് കണ്ടിരുന്നു. അപ്പൊ ഞാൻ മോനോട് പറയും, അതാ വണ്ടിയെ നിൽക്കണു, മണ്ണ് കൂടി കിടക്കണ്ടല്ലോ എന്നൊക്കെ പറയും എപ്പോഴും. പിന്നെ ഇപ്പൊ ഈ മഴയൊക്കെ ഇങ്ങനെ പെയ്തപ്പോ എല്ലാവർക്കും ഒരു പേടി. പിന്നെ വീട് ഇങ്ങനെ അവിടെ ഇവിടെ ഒക്കെ കൊണ്ടിട്ടുണ്ട്. തെങ്ങിന്റെ ഹൈറ്റുള്ള മണ്ണ് നിൽക്കുന്നുണ്ട്. അതിന് മേലുണ്ട് എത്രയോ ലക്ഷക്കണക്കിന് ലോഡ് മണ്ണാണ് കിടക്കുന്നത്. അത് 1 ദിവസം കൊണ്ട് 2 ദിവസം കൊണ്ട് മാറ്റാന്ന് ഒരിക്കലും നടക്കുന്ന കാര്യമല്ല. കാരണം അവര് 5-6 വർഷങ്ങളോടും കൂട്ടിയിട്ട മണ്ണുകളാണത്. അത് ഈ നിമിഷത്തിൽ മാറ്റി കഴിഞ്ഞാൽ, മഴ പെയ്ത് മാറ്റി കഴിഞ്ഞാൽ അത് അതിലേറെ ബുദ്ധിമുട്ടും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും. കാരണം അതിലേക്ക് വെള്ളം ഇറങ്ങി കഴിഞ്ഞാൽ അത് മൊത്തം മണ്ണ് ഇങ്ങോട്ട് പോകുന്നൊരു ഇത് വരും. അപ്പൊ ഇത് തുടക്കത്തിൽ നിങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നോ അതോ ഇപ്പോഴാണോ ഇത് ശ്രദ്ധപ്പെടുത്തി? അത് മുന്നേ തന്നെ നിങ്ങൾ ഇത് പറഞ്ഞിരുന്നു, മുന്നേ റിപ്പോർട്ട് ചെയ്തിരുന്നു അങ്ങനെ? ഈ മണ്ണ് ഇപ്പോഴാണ് മണ്ണിന്റെ ഇത് കൂടി വരുന്നത്. ആദ്യം ഇത്ര മണ്ണ് ഉണ്ടായില്ല. കാരണം ഈ പ്രദേശത്തെ ആൾക്കാരൊക്കെ ഇപ്പൊ സ്ഥലം അവർക്ക് കൊണ്ട് വിറ്റ് കഴിഞ്ഞു. അപ്പൊ അത് കാരണം അവർ വാങ്ങിയ സ്ഥലം കൊണ്ട് അവരെ കംപ്ലീറ്റ് മണ്ണ് അതിലേക്ക് ഫില്ല് ചെയ്ത് പോകുന്നുണ്ട്. ഏകദേശം ആദ്യം കോറി ഉണ്ടായിരുന്നത് ആദ്യം ആ ഭാഗത്തൊക്കെ ഉണ്ടായിരുന്നത്. അപ്പൊ അത് ഇങ്ങോട്ട് നീങ്ങി വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഈ ഡേറ്റാണ് ഈ വീടുകൾക്ക് ഈ കേടുപാട് അപ്പോഴാണ് ശ്രദ്ധിക്കപ്പെടുന്നത്. പറയാനുള്ളത് അവിടെയൊക്കെ ഉണ്ട്. വീട്ടില് 2-3 റൂമിൽ പൊട്ടിയിട്ടുണ്ട്. കോണിന്റെ അവിടെ പൊട്ടിയിട്ടുണ്ട്, സിറ്റൗട്ട് പൊട്ടിയിട്ടുണ്ട്. അങ്ങനെ പിന്നെ 2 ചില്ലും പൊട്ടിയിരുന്നു. അപ്പൊ ഞങ്ങൾ മാറ്റി, ടേബിള് പൊട്ടി, അതും മാറ്റി. അതിന്റെ ചില്ലൊക്കെ പുറത്തിരിക്കുന്നു, അതൊക്കെ മാറ്റിയിരുന്നു. എന്തായാലും ഇവിടെ വീടുകൾക്കൊക്കെ കേടുപാട് പറ്റിയിട്ടുണ്ടാണ്. നമുക്ക് ആ ദൃശ്യങ്ങളൊന്ന് കാണാം. നമുക്ക് ഈ വീട്ടിലെ താമസക്കാരുടെ പ്രതികരണത്തിലേക്കാണ്. പറഞ്ഞു, എന്താണ് ഈ വീടിന്റെ ഉള്ളിലെ എന്താണ് എന്താ ഈ വീട് ആകെ വീണ്ടുക്കുന്ന റൂമുകളും ഇത് മേലെ അടിച്ചതും നിലവും ആകെ തേറ്റ് പേര പറ്റ പൊഞ്ഞ് എവിടെ ഒന്നും എടുക്കാൻ ബാക്കില്ല. അങ്ങനെ ഇരിക്കണ പേര. ഈ പേര എന്തെങ്കിലും ഒരു വദ്യങ്ങളാക്കി തന്നില്ലെങ്കിൽ ഇത് ഏറ്റെടുക്കാനോ ഇത് പണിയെടുക്കാനോ ഞങ്ങൾക്കൊന്നും കജ്ജൂല്ല. ഈ പേര ഇപ്പൊ ഈ കൊല്ലത്തിൽ ഇന്നൊന്നുമില്ല, 10-15 കൊല്ലായിട്ടുള്ളൂ ഇപ്പൊ ഈ പേര ഇവിടെ വാർപ്പ് കഴിഞ്ഞിട്ട്. ഈ 15 കൊല്ലം കൊണ്ട് ഇങ്ങനെ പേര ഉടവിളീസാകൂ. ഇതിൽ ബാങ്ക് പാർക്കണമെങ്കിൽ 1 ദിവസം പാർക്കാൻ പറ്റുന്നില്ല. തീരെ പേടിയാണ്. ഭയത്തോടുകൂടിയാണ് ഇവിടെ താമസിക്കുന്നത് ഓരോ ദിവസം. ഭയത്തോടുകൂടെ തന്നെ ഞാൻ എൻ്റെ മക്കളമായ നല്ല പെരുകയാണെങ്കിൽ തീർച്ചയായിട്ടും രാത്രി ഉറക്കം ശരിക്കും കിട്ടൂല. അങ്ങനത്തെ അവസ്ഥയിൽ അപ്പോഴത്തെ കിടത്തം. അത് വേറെ ഇതൊന്നും പറയല്ല, എല്ലാവർക്കും വന്ന് കാണാൻ നോക്കും ചെയ്തോളി. എന്നിട്ട് കണ്ടിട്ട് നിങ്ങൾ ഓർപ്പിച്ച് എന്താ അതിൻ്റെ അവസ്ഥ എന്ന്. ഞാൻ 10-25 വയസ്സിന്റെ മേലെ ഇച്ച ഞാൻ ഇതിന്റെ ഉള്ളിൽ ഇങ്ങനെ ഇരിക്കുന്നു കിടക്കുന്നു എന്നെ ഒളിച്ച് യാതൊരു സമാധാനം എന്നറിയുന്നില്ല. ഒരു പെരിയും കൂടിയും വേറെ എവിടെയും വീട്ടാനൊക്കെ ആയിട്ട്, അല്ലെങ്കിൽ നമുക്ക് വലിയൊരു ഭാഗം ചില ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ ഇത് പൊളിച്ചിങ്ങാണ്ട് നമുക്ക് വേറെ എന്തെങ്കിലും പണിയെടുക്കാനൊക്കെ അച്ഛനെ മനുഷ്യന്മാരാണെങ്കിൽ എന്തേലും ആയിക്കോട്ടെ. ഇതിപ്പോ അതല്ലല്ലോ. ഇരിക്കണ പേരെങ്ങനെ പോയ എല്ലാവരുടെയും അവസ്ഥ നിങ്ങൾ ആരാണ്ടെങ്കിലും ചിന്തോക്കാണ്. ആരിയിരിക്കുകയാണെങ്കിലും ഇങ്ങനെ പേരെ ഇന്നെന്താട്ട് കണ്ടില്ലേ? നിലം എല്ലാ ആകെ ഒരു ആള് ഉള്ളൂ ഇവിടെ ഇതിലിട്ടിട്ട്. അതൊക്കെ തന്നെ ചില പുരുവനായിക്കും. പറ്റ ഉടഞ്ഞു പോയി ചവിട്ടി അങ്ങനെ നെരുവനായി നിലം തയ്ച്ചതേ. ആ കാണുന്ന മലന്റെ മേലക്ക് ഒരു 1.5 തെങ്ങ് മേലക്ക് ഒരുപാട് മണ്ണ് കൂട്ടിയിട്ടുണ്ട്. അപ്പൊ അത്രയും മണ്ണും മറ്റേ കല്ലൊക്കെ വന്നു കഴിഞ്ഞാൽ ഇവിടെയുള്ള വീടുകൾക്കാണ് മൊത്തം ബുദ്ധിമുട്ട് വരുന്നത്. ഓരോ ഇത് സംഭവിക്കുമ്പോഴും ഇവിടെ ആൾക്കാർ മൊത്തം ഭീതിയിലാണ്. അതിനെന്തായാലും നടപടി എടുക്കണം എന്നാണ് ഇവിടെ നമ്മൾ നാട്ടുകാരെല്ലാവരും പറയുന്നത്.
നമ്മുടെ നിലമ്പൂര്, വയനാട്, പിന്നെ ഇപ്പൊ ഈ പാണക്കാട് ഉണ്ടായ ലാൻഡ് സ്ലൈഡുകൾ, പ്രളയം എല്ലാം നമുക്ക് കൂടുതൽ ഭീതിയായത്. അതുകൊണ്ടാണ് ഇപ്പോൾ എല്ലാവരും പ്രക്ഷോഭത്തിന് ഇറങ്ങിയിട്ടുള്ളത്. ഇപ്പൊ എല്ലാ ജനങ്ങളെയും കൂടെ ഞങ്ങളുണ്ടാവും. ഒരു ഭീതിയിലാണ് ഇപ്പോൾ ഇവിടെ കഴിഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ സമയത്ത്. എപ്പോഴാണ് പ്രളയം, എപ്പോഴാണ് ലാൻഡ് സ്ലൈഡ് വരിക എന്നുള്ള ആർക്കും പറയാൻ പറ്റാത്ത രീതിയിലായി ഇപ്പോ. കാരണം ആദ്യം പറഞ്ഞാൽ എപ്പോഴെങ്കിലും ലാൻഡ് സ്ലൈഡ്, പ്രളയം നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നു. ഇപ്പൊ അങ്ങനെയല്ല. ഇപ്പൊ എപ്പോഴാണ് പൊട്ടിപ്പുറപ്പെടുക പറയാൻ ആർക്കും പറ്റില്ല. അതുകൊണ്ടാണ് എല്ലാവരും കൂട്ടായ്മയോട് കൂടി ഒത്തു നിൽക്കണം, നമ്മുടെ നാട്ടുകാരെല്ലാവരും.